ഗൈസ്, അവൻ്റെ ഒരു കോളേജ് ഡേ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം റെഡി ആവട്ടെ. അപ്പം ഇന്ന് ഫുഡ് കഴിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ റാഗി ദോശയും അതുപോലെ ചമ്മന്തി ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ സംഭവം. ഓക്കെ, പിന്നെ നമുക്കിന്ന് കൊണ്ടുപോകാൻ ബ്രിഞ്ചൽ ഫ്രൈയും അതുപോലെ ചോറും മാത്രമേ ഉള്ളൂ. സാധാരണ ഞാൻ എപ്പോഴും ബസ്സിലാണ് പോവാറ്, തൂങ്ങിപ്പിടിച്ച്. ബസ് ഇന്ന് മടിയായതുകൊണ്ട് തന്നെ വാപ്പാനെ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ച് വാപ്പാൻ്റെ ഒപ്പമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോളേജ് എത്തിയതും ഫസ്റ്റ് കണ്ടത് ഇവരെ രണ്ടാളിനെയായിരുന്നു കേട്ടോ. സംഭവം ഞങ്ങൾക്ക് എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് നേരെ പോയി രജിസ്റ്റർ എടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ആദ്യം ബോട്ടിൽ കൊണ്ടുവരും, നമ്മൾ ഇവിടെ നിന്നാണ് വെള്ളം നിറക്കി. അപ്പോൾ രജിസ്റ്ററും ചോക്കൊക്കെ എടുത്ത് ഞാൻ പോവാണ് ക്ലാസ്സിലോട്ട്. മേലെ കാണാനാണ് ക്ലാസ്, പക്ഷെ താഴെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും രാവിലെ കുറച്ച് നേരം. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ കോളേജിൽ. ഗൈസ്, നമ്മളെ സ്പോർട്സ് ഊട്ടി വന്നിരിക്കുന്നു. സ്പോർട്സ് ഊട്ടി കണ്ണൂരിൽ പോയിട്ട് അപ്പം തന്നെ കണ്ണൂരിൽ പോയിട്ട് പിറ്റേ ദിവസം തന്നെ വന്നു. എങ്ങനെ സഹായിക്കുന്നടി അഡ്മിഷന്റെ കാര്യങ്ങൾ തുടങ്ങിയത് കൊണ്ട് തന്നെ കോളേജിൽ മൊത്തം തിരക്കായിരുന്നു. പിള്ളേരിങ്ങനെ വരുന്നു, അഡ്മിഷൻ എടുക്കുന്നു, പൈസ കൊടുക്കുന്നു, പോകുന്നു. അങ്ങനെ സീനിയർ ശ്രീരേഖ, സീനിയർ ഫുഡ് കഴിക്കാൻ പോവാം. ആക്ച്വലി ദിസ് ഈസ് ബോട്ടണി റിസർച്ച് ലാബ്. പിന്നെ ഞങ്ങൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അഡ്മിഷൻ എടുത്തോണ്ട് രാവിലെ പോവാ, വെറുതെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫുഡൊക്കെ നേരത്തെ കണ്ടതുപോലെ തന്നെ ചോറും അതുപോലെ ബ്രിഞ്ചൽ ഫ്രൈയും ആണ്. ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ്. ചോട്ടിൽ അങ്ങോട്ട് കുഴച്ച് നിന്ന് അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രിഞ്ചൽ ഫ്രൈയും അതുപോലെ തന്നെ ചോറും എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കുക. ആഹാ, അന്തസ്. ഞങ്ങൾക്ക് 12:10 ലഞ്ച് ടൈം. ഇതെന്താ ഇങ്ങനെ കിടക്കണമെന്ന് അറിയില്ല. സാധാരണ ഒന്നില്ലെങ്കിൽ 12:45, 12:30 അങ്ങനെ എല്ലാവരുടെ ടിപ്പർ ബോക്സും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചോറ്, കൈപ്പക്ക, അതുപോലെ ദോശ, സാമ്പാർ. നല്ല അടിപൊളി ദോശയായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൊതുവേ ദോശ ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ റൈസ് മട്ടരിയാണ്, നമ്മളൊക്കെ പോലെയല്ല, ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഇവർക്ക് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇതിനിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ മിർശാന, വൈതന, ചോറ് ഞാനോളും ഒരേപോലെ ആയിരുന്നു. പിന്നെ ശ്രീരേഖയുടെ മാത്രമാണ് കുറച്ചുകൂടെ വെറൈറ്റി, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ക്ലാസ്സും കഴിഞ്ഞ് നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. രാവിലെ എൻട്രി അവളായിരുന്നു. സഞ്ജന എന്നെ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുകയായിരുന്നു ഇവിടെ. അങ്ങനെ എല്ലാവരും ഒപ്പമാണല്ലോ വരാറും പോകാറൊക്കെ ഉള്ളത്. പിന്നെ ഞാനും ഇതിനും ഏകദേശം 1-2 സ്റ്റോപ്പിന്റെ ഡിസ്റ്റൻസ് ഉള്ളു. അപ്പോൾ ഞങ്ങൾ ഒരേ ബസ്സിലാണ് പോവാറ്. ബസ് സ്റ്റോപ്പിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ പിള്ളേർ ലൈനിൽ നിന്നിട്ടൊക്കെയാണ് ബസ്സൊക്കെ കയറാറ്. നമുക്ക് ഈ ബസ്സിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കിട്ടിയ ബസ്സിലും കയറി വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ബൈ.